കൊക്കുകൾ ഒറ്റക്കാലിൽ നിൽക്കുന്നത് ഇരയെ പിടിക്കാനാണെങ്കിൽ നാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒറ്റക്കാലിൽ നിന്ന് കാർട്ടൂൺ വരച്ച് അധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കുകയാണ് പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ഷാജി മാത്യു. ജില്ല വളർച്ചയുടെ പിടിയിൽ അമരുമ്പോൾ ജലവിഭവ വകുപ്പിന്റെ കാലെക്കൂട്ടിയുള്ള ജലവിതരണം മിക്കയിടത്തും തടസ്സപ്പെടുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാർട്ടൂണിസ്റ്റായ ഷാജി മാത്യു ഒറ്റക്കാലിൽ നിന്ന് അധികാരികളുടെ അനാസ്ഥ തുറന്നു കാട്ടുന്നത്. കാർട്ടൂണുകൾ വരച്ച് ഇങ്ങനെ പ്രതിഷേധിക്കുന്നു. വ്യത്യസ്ത സമര പരിപാടി കാണാൻ നിരവധി ആളുകൾ തടിച്ചുകൂടിയതോടെ ഒറ്റക്കാലിലെ പ്രതിഷേധം മണിക്കൂറുകളോളം നീണ്ടു. കുടിനീരിനായി കുടുംബിനികൾ കുടങ്ങളുമായി പൈപ്പും ചൂട്ടി നിരനിരയായി നിൽക്കുമ്പോൾ അവരെ വിരട്ടി ഓടിക്കുന്ന പോലീസുകാരനും ഇളിച്ച ചിരിയുമായി എത്തുന്ന ജനപ്രതിനിധിയും ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കുടിക്കാൻ കരിക്കുമായി ഓടിയെത്തുന്ന ഉദ്യോഗസ്ഥരുമെല്ലാം ഷാജി മാത്യുവിന്റെ തൂലികയുടെ പ്രതിഷേധ രുചി അറിഞ്ഞു. പത്തനംതിട്ട നഗരസഭാ പ്രദേശത്തെ ചപ്പുചവറുകളിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കവയ്യാതെ മുമ്പ് ഷാജി മാത്യു കാർട്ടൂൺ വരച്ച് നഗരസഭയ്ക്ക് താക്കീത് നൽകിയിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഒരു കാർട്ടൂണിസ്റ്റ് ഒറ്റക്കാലിൽ നിന്ന് കാർട്ടൂൺ വരച്ച് പ്രതിഷേധിക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ ഇനി ജീവിക്കാനായി തല മണ്ണിൽ കുഴിച്ചിട്ട് സമരം ചെയ്യേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയാണ്. പല പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ നിലവിലുണ്ടെങ്കിലും അവയൊന്നും തന്നെ വിനിയോഗിക്കുകയോ പദ്ധതികൾ പൂർത്തീകരിക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുമൂലം തന്നെ ജനങ്ങൾ വെള്ളത്തിനായി വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഈ അവസരത്തിൽ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനും കുടിവെള്ളക്ഷാമം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ആവശ്യമായ ഫണ്ടുകൾ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കാർട്ടൂൺ വരച്ച് ഇവിടെ പ്രതിഷേധിക്കുന്നത്.